ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ഒരുങ്ങി നിൽക്കുന്നത് ആശുപത്രിയിലോട്ട് പോകാനാണ്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ കഴുത്തിന് ചുറ്റും ആദ്യം ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു അരിമ്പാറ പോലെ. ഞാൻ വിചാരിച്ച അരിമ്പാറ ആയിരിക്കുമെന്ന്. അപ്പോൾ അത് ഉണ്ണി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, നമ്മളിങ്ങനെ വലിച്ചാൽ വലിഞ്ഞു വരും, അങ്ങനത്തെ ഒരു ടൈപ്പ്. അപ്പോൾ ഒരെണ്ണം നല്ല വലുതായി, ബാക്കിയുള്ളതൊക്കെ കുഞ്ഞു കുഞ്ഞാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരെണ്ണം അല്ലേ ഉള്ളൂ എന്ന്. പിന്നെ കഴുത്തിൻ്റെ ബാക്കിലും സൈഡിലും ഒക്കെ ആയി. വലുതാവാതെ കുഞ്ഞു കുഞ്ഞു കുരു പോലെ നിന്നില്ലേ, ഉണ്ണി പോലെ നിന്നില്ലേ, ഇങ്ങനെ ദേഹത്തോട് ചേർന്ന പോലെ. അതിനവര് അനസ്തേഷ്യയുടെ ഒരു ക്രീം തേച്ചിട്ട് എന്തോ ഒരു പ്ലാസ്റ്റിക് സാധനം വെച്ച് ഒട്ടിച്ചു തന്നു. അവര് മുഖത്തൊക്കെ കണ്ടുപിടിച്ച് അതിലൊക്കെ ഒട്ടിച്ചു തന്നു. കഴുത്തിന്റെ സൈഡിൽ ആദ്യം ഒരു ചെറുത് വന്നായിരുന്നു കേട്ടോ. അതിനെ ഞാൻ പോകെ പോകെ കൈവച്ച് പിടിച്ച് വലുതാക്കി. അത്രയും വലുതായതുകൊണ്ട് തന്നെ അതിന് ഈ ക്രീം തേച്ചിട്ട് കാര്യമില്ല, അതിന് ഇഞ്ചക്ഷൻ വെച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എവിടെയാണോ നിൽക്കുന്നത് അതിന്റെ താഴോട്ട് നമുക്ക് ഇഞ്ചക്ഷൻ വെക്കും. അനസ്തേഷ്യയുടെ ഇഞ്ചക്ഷൻ വെക്കണമെന്ന് പറഞ്ഞില്ലേ, അതിന് ആദ്യം നമ്മളെ കയ്യിൽ ഒരു ചെറിയ ടെസ്റ്റോസ് എടുക്കും. കാരണം എന്ന് വെച്ചാൽ വല്ല ഇച്ചിങ്ങോ അലർജിയോ അനസ്തേഷ്യയുടെ തരുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിയിട്ടേ അവർ ചെയ്യൂ. അങ്ങനെ സക്സസ്ഫുള്ളി ഡോക്ടർ എല്ലാ ഉണ്ണികളും കരിച്ചു തന്നിട്ടുണ്ട്. ആ കരിച്ച ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്കിന്ന് പൊങ്ങി നിപ്പുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ആ വലിയ ഉണ്ണിയുടെ താഴെ അനസ്തേഷ്യയുടെ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷമാണ് അത് കരിച്ചത്. അത് പിന്നെ ഒട്ടും വേദനയില്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് കരിച്ചളയുന്നത് ചെയ്യുന്നത് റേറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ ഉണ്ണിക്കും ആണ് റേറ്റ്. എത്ര എണ്ണം ഉണ്ടോ അതനുസരിച്ചായിരിക്കും റേറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് കാറി കയറിയതിനു ശേഷം ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ആ പൊങ്ങി വന്നുണ്ടല്ലോ, അത് നല്ല ഡാർക്ക് ആയിട്ടുണ്ട്. അപ്പൊ നല്ല നീറ്റലും ഉണ്ട് ഇത്. കാരണം എന്ന് വെച്ചാൽ അനസ്തേഷ്യയുടെ എഫക്റ്റ് വിടുമ്പോൾ നല്ല നീറ്റലുണ്ട്. പിന്നെ ഇഞ്ചക്ഷൻ വെച്ച ഭാഗത്ത് മാത്രം ഒരു വലിവുണ്ട്. കാരണം എന്ന് വെച്ചാൽ അനസ്തേഷ്യ എടുത്തതിന്റെ ഒരു വലിവ്. പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, അപ്പോഴും ആ വലിയ ഒരെണ്ണം എടുത്തില്ലേ, അത് നല്ല ഡാർക്കായിട്ട് കിടപ്പുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അത് ഇളക്കി കളയാൻ ശ്രമിക്കരുത്, വൃത്തികേടായിരിക്കും, കുറച്ച് വൃത്തികേടായിരിക്കും എന്ന് വിചാരിച്ച് തോർത്ത് വെച്ചോ അങ്ങനെ അല്ലാതെയോ മരുന്നോ എന്തെങ്കിലും ഇട്ട് അത് ഇളക്കി കളയാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞു. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഡാർക്കായിട്ട് വന്നതെല്ലാം തന്നെത്താൻ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, നന്നായി കൊഴിഞ്ഞു പോയിട്ട് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ണികൾ വരാനുള്ള പ്രധാന കാരണം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ജനറ്റിക് എന്നാണ്. എൻ്റെ അമ്മയ്ക്കും ഉണ്ട്. പിന്നെ ഈ ഒരെണ്ണം കണ്ട, ഈ ഒരെണ്ണം മാത്രം അത് കൊഴിഞ്ഞു പോയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അനസ്തേഷ്യ ചേർച്ച സമയത്ത് അതങ്ങ് പോയി. പിന്നെ കരിച്ചപ്പോൾ എനിക്ക് വേദന ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.